ഇപ്പോൾ KUWJ പ്രസിഡന്റ് MV വിനീത കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. വിനീത, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ താങ്കൾ ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. തത്സമയം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ, ഞങ്ങളുടെ മാധ്യമപ്രവർത്തകയ്ക്കെതിരെയാണ് വധശ്രമത്തിനടക്കം കേസ് എടുത്തിരിക്കുന്നത്. 5-ാം പ്രതിയാണ്. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഷൂ എറിഞ്ഞു അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് നേരെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ തൊഴിലാണ്. ആ തൊഴിലെടുക്കാൻ പോയ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഇത്തരത്തിലേക്ക് കേസെടുത്തുകൊണ്ട് ഭീതിപ്പെടുത്തുക എന്നുള്ള നടപടി, അത് എങ്ങനെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ അതിനെ നേരിടേണ്ടത്? വളരെ വിചിത്രമായ ഒരു കേസാണ് 24-ലെ മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്നത്. കാരണം നമ്മളൊരു ജോലിസ്ഥലത്ത് തൊഴിൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരിക എന്ന് പറയുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഈ സർക്കാർ എത്രത്തോളം വിലപതിക്കുന്നില്ല എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് പത്രപ്രവർത്തക യൂണിയൻ ഇതിനെ കാണുന്നത്. കാരണം ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വ്യക്തിക്ക് ഒരു ഗൂഢാലോചനയിൽ ബന്ധമില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാമെന്നിരിക്കെ തന്നെയും ഈ ഒരു കേസ് എടുക്കുക എന്ന് പറയുന്നത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നതിനെയെല്ലാം ഇല്ലാതാക്കുന്ന ഒരു നടപടിയായിട്ടാണ് പത്രപ്രവർത്തക യൂണിയൻ ഇതിനെ കാണുന്നത്. അതെ, ഇപ്പോൾ ഇവിടെ ഈ മാധ്യമപ്രവർത്തക അവരവരുടെ ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നത് നമ്മളുടെ സോഴ്സിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ തൊഴിലിൽ നമ്മൾ കാണിക്കുന്ന മിടുക്കിന്റെ ഭാഗം കൂടിയാണല്ലോ. അതിന് ഈ തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കേസെടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അപഹാസ്യമാണ് വിനീത? തീർച്ചയായിട്ടും വളരെ അപഹാസ്യമായ നിലപാടാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അത് തെറ്റ് തിരുത്തുവാനായിട്ട് സർക്കാർ തയ്യാറാകണം എന്നാണ് യൂണിയനെ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത്. നേരത്തെ ഇതിന് സമാനമായ രീതിയിലാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ലേഖിക അഖില നന്ദകുമാറിനെതിരെ പോലീസ് കേസെടുക്കാനുണ്ടായ സാഹചര്യം. ആ കേസ് പിൻവലിച്ച് നാണം കെട്ടി പിൻവലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയെങ്കിൽ ഇതും അത്തരത്തിൽ തന്നെയുള്ള ഒരു കേസായിട്ട് തന്നെയാണ് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വിവരം കിട്ടി, ആ വിവരവുമായി ബന്ധപ്പെട്ട വാർത്ത എടുക്കുവാനായിട്ട് ഒരു വാർത്താ സംഘം പോകുമ്പോൾ അത് സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളിലേക്ക് സർക്കാർ പോകുന്നത്, സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള നടപടി, അതോടൊപ്പം തന്നെ പരിഹാസ്യവുമാണ് ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. KUWJ വിഷയത്തെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത് വിനീത? നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം നമ്മൾ അറിയിക്കുന്നതാണ് ആ വിഷയത്തിൽ. നന്ദി. MV വിനീത, KUWJ പ്രസിഡന്റ് പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.